ഇടുക്കി അടിമാലി ചിന്നപ്പാറ കുടിയിൽ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. കുരിശിന്റെ വഴി വിശ്വാസി യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇത് ഈ കുരിശിന്റെ വഴി വിശ്വാസി യാത്രക്കിടെ ഉണ്ടായ അപകടത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആർക്കെങ്കിലും കാര്യമായ പരിക്കുകൾ ഉണ്ടോ? അവർ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? മുഴുവൻ വിവരങ്ങളും എന്തൊക്കെയാണ് രാഹുൽ? അജിക്ക് 6ഓളം പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വിവരം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഈ ഇടുക്കിയിലെ എല്ലാ പള്ളികളിൽ നിന്നും ഈ കുരിശിന്റെ വഴി വിശ്വാസി യാത്ര ഉണ്ടാകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വിശ്വാസി യാത്ര പോകുന്നതിനിടയിലാണ് അടിമാലി സെന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്നാണ് ഈ വിശ്വാസി യാത്ര പുറപ്പെട്ടത്. ചിന്നപ്പാറ കുടിയിലേക്കാണ് പോയിരുന്നത്. ഈ ആളുകൾ കാൽനടയായിട്ട് ഈ ജീപ്പിന് പുറകെ ഉണ്ടായിരുന്നു. ആദ്യം അനൗൺസ്മെന്റ് വാഹനം എന്ന പോലെ, അതായത് ഈ വിശ്വാസികളുടെ പ്രാർത്ഥന കേൾപ്പിച്ചുകൊണ്ട് മൈക്ക് ഉൾപ്പെടെ ഘടിപ്പിച്ചുകൊണ്ട് സ്പീക്കർ ഉൾപ്പെടെ ഘടിപ്പിച്ചുകൊണ്ട് ഒരു വാഹനം മുന്നിൽ പോവുകയായിരുന്നു. അതായിരുന്നു ഈ ജീപ്പ്. ആ ജീപ്പിനുള്ളിൽ പാട്ട് പാടുന്ന ആളുകളുണ്ടായിരുന്നു, പള്ളിയിലെ വിവിധ ആളുകളുണ്ടായിരുന്നു, ഇടവകയിലെ വിവിധ ആളുകളുണ്ടായിരുന്നു. അതൊരു കയറ്റം കയറി പോകുന്നതിനിടയിൽ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് അത് പിന്നിലേക്ക് അമിത വേഗത്തിൽ വരികയും ഈ നടന്നു വന്നിരുന്ന വിശ്വാസികളിലേക്ക് അത് ഇടിച്ചു കയറുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതിനുശേഷം അത് റോഡിൽ തന്നെ മറിയുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ആ വാഹനത്തിൽ കുടുങ്ങിയവരെ ഉടൻ തന്നെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. നാട്ടുകാരും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരും ഒക്കെ എത്തിയാണ് ആ ജീപ്പിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. കാൽനടയായി പോയിരുന്ന ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അവരെയും അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആശ്വാസകരമായ കാര്യം, ഗുരുതരമായ പരിക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കുറച്ചധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ജി കെ, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകളുണ്ടോ രാഹുൽ? പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ കൂടെ യാത്ര ചെയ്തവർ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? എന്തെങ്കിലും വിവരങ്ങൾ അങ്ങനെ ലഭിക്കുന്നുണ്ടോ? പോലീസ് ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ജിക്ക്, അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായത്. അടിമാലിയിൽ നിന്ന് ആംബുലൻസ് അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന സമയം മാത്രമേ നിലവിലായിട്ടുള്ളൂ. പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് അടിമാലി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 പേർക്ക് മുഖത്തിനാണ് സാരമായിട്ട് പരിക്കേറ്റിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് നിസാര പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ആശ്വാസകരമായ വിവരം കൂടി ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പരിക്ക് ആർക്കും ഏറ്റിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇടുക്കിയിലെ മലയോര മേഖലയിലൂടെ ഈ കുരിശുമല എന്ന് പറയുമ്പോൾ തന്നെ ഉയർന്ന പ്രദേശത്തേക്കുള്ള യാത്രയാണ്, വിശ്വാസ യാത്രയാണ്. അതിന് കുരിശുമലയുടെ ഭാഗമായിട്ട് ഒരു കയറ്റം കയറി പോവുകയായിരുന്നു. അതിന് വിശ്വാസികൾക്ക് മുൻപിൽ, കാൽനടയായി പോയിരുന്ന വിശ്വാസികൾക്ക് മുൻപിൽ അനൗൺസ്മെന്റ് വാഹനമായി പോയിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കയറ്റം കയറുന്നതിനിടയിൽ അത് പിന്നിലേക്ക് വരികയുമായിരുന്നു. ഇറക്കമായതുകൊണ്ട് തന്നെ നിയന്ത്രിച്ചു നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറി. പുറകിലുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ഓടി മാറിയതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് കണ്ടു നിന്ന ആളുകൾ നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 2 പേർക്ക് സാരമായ പരിക്ക് മുഖത്താണ്, ബാക്കിയുള്ളവർക്ക് നിസാര പരിക്ക് മാത്രമേ ഉള്ളൂ. അത് ആശ്വാസകരമായ കാര്യമാണ്. പരിക്കേറ്റവരെല്ലാവരെയും തന്നെ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലും അടിമാലിയിലെ മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുകയാണ്. സാരമായിട്ട് പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കുകയുമാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.